ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ നവനാൾ നൊവേനയുടെ 7ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നേ ദിവസമല്ല, പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ തിന്മകളുടെ ശക്തികളിൽ നിന്നും വിടുതലിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ദിനമാണ്. ഏറ്റവും തീക്ഷ്ണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മധ്യസ്ഥ വഴിയായിട്ട് നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നിന്നും, ജീവിതത്തിൽ നിന്നും, ജോലി മേഖലകളിൽ നിന്നും, പ്രവർത്തന മേഖലകളിൽ നിന്നുമൊക്കെ എല്ലാവിധ തിന്മയുടെ ശക്തികൾ, അന്ധകാര ശക്തികൾ വിട്ടുമാറുന്നതിന് വേണ്ടിയിട്ട്, വ്യക്തി ജീവിതങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് വിശുദ്ധനായ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥം തേടി നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധനായ താതാ സെബസ്ത്യാനോസ് പുണ്യാത്മാവേ, പാദതാരില്ലണയും മക്കളെ കാത്തിടണേ. ക്രിസ്തുവിൻ ധീരസാക്ഷി, വിശ്വാസ സംരക്ഷക, പാരിനു മാതൃകയേ, മാധ്യസ്ഥമേകിടണേ. സുവിശേഷ ചൈതന്യത്തിൽ നിത്യം വളർന്നിടുവാൻ വന്ദ്യന പുണ്യതാതാ, നിങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സർവനന്മകളുടെയും നിക്ഷേപമായ ദിവ്യീശോയെ, അത്യന്ത ഭക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ അങ്ങേ ഞങ്ങൾ സ്തുതിച്ചാരാധിക്കുന്നു. മഹത്വമുള്ള വേദസാക്ഷിയും തീഷ്ണത നിറഞ്ഞ ആത്മായ പ്രേക്ഷിതനുമായ സെബസ്ത്യാനോസിനെ ഞങ്ങൾക്ക് മധ്യസ്ഥനായി നൽകിയതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നന്ദിഹീനരായ മനുഷ്യർ അങ്ങേ അളവറ്റ സ്നേഹത്തെ അവഗണിച്ച് അങ്ങേക്കെതിരായി തെറ്റ് ചെയ്തതിനെയും അങ്ങേ നാമത്തെ നിന്ദിക്കുന്നതിനെയും ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. പാപികളുടെ മാനസാന്തരം ആഗ്രഹിക്കുന്ന ദിവ്യരക്ഷക, ഇതാ ഞങ്ങൾ അങ്ങേ പക്കലേക്ക് പിന്തിരിഞ്ഞു വരുന്നു. വഴിതെറ്റിയ ആട്ടിൻകുട്ടിയെ അന്വേഷിക്കുന്ന ദിവ്യയിടയ, ധൂർത്തനായ മകനെ വാത്സല്യത്തോടെ തഴുകുന്ന നല്ല പിതാവേ, ഞങ്ങളെ കൈവിടാതെ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. നന്ദിഹീനരായ ഞങ്ങൾക്ക് വേണ്ടി തിരുഹൃദയം മുറിപ്പെടാൻ തിരുമനസ്സായ അങ്ങേ സ്നേഹത്തെയും കരുണയും കുറിച്ച് പാപദുർഗണങ്ങൾ നിറഞ്ഞ് ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധമാക്കി അങ്ങയെ മാത്രം സ്നേഹിപ്പാനും അങ്ങേക്ക് പ്രിയമുള്ള മക്കളായിരിക്കാനും കൃപ ചെയ്യണമേ. സ്നേഹപിതാവേ, സെബസ്ത്യാനോസ് വഴിയായി ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കരുണാപുരം സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. വിശുദ്ധ വേദസാക്ഷിയും തിരുസഭയുടെ അഭിമാനവും വ്യാധികളെ നീക്കിക്കളയുന്നവനും സെബസ്ത്യാനോസേ, അങ്ങേ മധ്യസ്ഥം വഴിയായി ലഭിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ പ്രസംഗത്താലും സന്മാതൃകകളാലും അനേകം പേരെ സത്യസഭയിലേക്ക് ആനയിക്കുവാൻ തിരുമനസ്സായല്ലോ. ദൈവസന്നിധിയിൽ അങ്ങേക്കുള്ള പ്രത്യേകമായ മധ്യസ്ഥ ശക്തിയാൽ അങ്ങ് അനേകരുടെ ശാരീരികവും ആത്മീയവുമായ രോഗങ്ങളെ സുഖപ്പെടുത്തിയല്ലോ. പാപികളെങ്കിലും അങ്ങേ സഹായം യാചിക്കുന്ന ഞങ്ങളുടെ ആത്മീയവും ശാരീരികവുമായ രോഗങ്ങളെ സൗഖ്യമാക്കാനും പ്രത്യേകമായി ഞങ്ങൾക്കിപ്പോൾ ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഈ അനുഗ്രഹം, നമ്മുടെ വ്യക്തിപരമായ ആവശ്യം ഈ നിമിഷം സെബസ്ത്യാനോസ് വഴിയായി ദൈവതിരുസന്നിധിയിൽ സമർപ്പിക്കാം. എല്ലാ വിധത്തിലുള്ള പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നും അന്ധകാര ശക്തികളിൽ നിന്നും വിടുതലിന് വേണ്ടിയിട്ട് തീക്ഷ്ണമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സാധിച്ചു കിട്ടുന്നതിന് അങ്ങയുടെ ശരീരത്തിൽ തളച്ചു കയറിയ അമ്പുകളുടെ യോഗ്യതയാൽ പരമകാരുണികന്റെ മുൻപിൽ അങ്ങ് മധ്യസ്ഥം വഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും ഏറ്റുചൊല്ലുക. ദൈവസന്നിധിയിൽ ഞങ്ങളുടെ മധ്യസ്ഥനായ സെബസ്ത്യാനോസേ, അങ്ങേ സഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ബലഹീനരെ ശക്തിപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ സംരക്ഷകനും പരിപാലകനുമായ ദൈവമേ, തിരുസഭാ സംരക്ഷകനായ സെബസ്ത്യാനോസിന്റെ യോഗ്യതകളെ പരിഗണിച്ച് ആ വിശുദ്ധന്റെ മധ്യസ്ഥം വഴിയായി ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അങ്ങേ സഹായം ലഭിക്കുന്നതിനുള്ള കൃപ നൽകണമേ. ആമേൻ. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗ്ഗപിതാവേ സകലേശ ദിവ്യാനുഗ്രഹമേ ഗണമേ. നരരക്ഷകനോ മിശിഹായേ ദിവ്യാനുഗ്രഹമേ ഗണമേ. ദൈവാത്മാവാം സകലേശ ദിവ്യാനുഗ്രഹമേ ഗണമേ. പരിപാവനമാം ത്രിത്വമേ ദിവ്യാനുഗ്രഹമേ ഗണമേ. വിശുദ്ധി വിരിയും പാതകളിൽ ചരിച്ച നാദിനു സമ്മോദം നിറച്ച ഭാവന ധീരാത്മാ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. ക്രൂശിതനായൊരു ദൈവത്തിൽ പൂജിതമാം തിരുമാതൃകയാ കുരിശിൽ പാദപുണർന്നവനേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. ആനന്ദത്തിലുമല്ലലിലും പ്രീതി മഹേശനു ചേർത്തൊടുവിൽ നിത്യ കിരീടമണിഞ്ഞവനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ.
വിനീതനായി വിശുദ്ധാത്മാ വിരിഞ്ഞു പൊന്തിയ വിൺമലരെ നിറഞ്ഞ നീതി പുണർന്നിടുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ലോകവിനുന്നതിനാളും ധീരതയോർന്നു വെടിഞ്ഞവനേ വിനയത്തിൻ തിരുമാതൃകയായി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ഉലകിൻ മോഹനദീപം നീ, ധരയുടെ ശാശ്വത ലവണം നീ, മലയിലുയർന്നൊരു നഗരം നീ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ഉപവാസത്തിൻ പാതകളിൽ പ്രാർത്ഥന തീർന്നൊരു ദീപവുമായി പാനുകിരീടമണിഞ്ഞവനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സ്വർഗ്ഗതലത്തുമോന്നതമോ നിക്ഷേപങ്ങൾ നിറഞ്ഞവനെ ചിന്തകൾ വിണ്ണിലെത്തിടുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥ, പാപം പൊറുക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥ, പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥ, ഞങ്ങളിൽ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സകല നന്മ സ്വരൂപിയായിരിക്കുന്ന സർവേശ്വര കർത്താവേ, അങ്ങേ ദാസനായ സെബസ്ത്യാനോസിന് വണക്കം ചെയ്യുന്ന അങ്ങേ മക്കളുടെ ബലഹീനതകളെയും തെറ്റുകളെയും കൃപയോടെ നോക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ മൂലം വന്നിരിക്കുന്ന കഷ്ടതകളെ നീക്കി സെബസ്ത്യാനോസിന്റെ മധ്യസ്ഥതയാൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകുമാറാകണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. നർബോന എന്ന നഗരത്തിൽ ജനിച്ച് വീരോചിതമായ വിശ്വാസ ജീവിതം നയിക്കുകയും ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ച അനേകായിരങ്ങളെ സത്യവിശ്വാസത്തിൽ ഉറപ്പിച്ച് കഠിനമായ പീഡക സഹിച്ച രക്തസാക്ഷ്യം ഒടിച്ചോടിയ സെബസ്ത്യാനോസെ, പാപികളും രോഗികളുമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് മന്ദജീവിതം നയിക്കുന്ന ഞങ്ങളുടെ ഉദാസീനത ഞങ്ങൾ മനസ്സിലാക്കുന്നു. പാപസാഹചര്യങ്ങൾ പൂർണ്ണമായി വിട്ടുമാറി വിശ്വാസ ജീവിതം നയിക്കുന്നതിന് വേണ്ട അനുഗ്രഹം അങ്ങയുടെ പ്രാർത്ഥന വഴിയായി ഞങ്ങൾക്ക് ലഭിക്കുവാനിടയാകണമേ. പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്നും സാംക്രമിക രോഗങ്ങളിൽ നിന്നും ഞങ്ങൾ രക്ഷ പ്രാപിക്കുന്നതിന് അനുഗ്രഹം അങ്ങ് വഴിയായി ഞങ്ങൾക്ക് ലഭിക്കുവാൻ പ്രാർത്ഥിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നാടിനെയും സാംക്രമിക രോഗങ്ങളിൽ നിന്നും അങ്ങേ മധ്യസ്ഥയാൽ കാത്തു പരിപാലിക്കണമേ. പ്രത്യേകമായി ഞങ്ങളിപ്പോൾ ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഈ അനുഗ്രഹം എല്ലാവിധ പൈശാചിക ശക്തികളിൽ നിന്നും അന്ധകാര ശക്തികളിൽ നിന്നും വിടുതലിന് വേണ്ടിയിട്ട് സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം തേടി ഈ നിമിഷം പ്രാർത്ഥിക്കാം. പരമപിതാവിന് ലഭിച്ചതെന്ന് ഞങ്ങൾക്ക് സമാധാനവും സഹായവും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാകുന്നു. അങ്ങയുടെ ദുരിതഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേൻ.
സ്നേഹസ്വരൂപനാം ദൈവത്തിൻ ദാസനെ പുണ്യാത്മാ സെബസ്ത്യാനോസേ, നിൻ പുണ്യപാദം വണങ്ങുന്നു ഞങ്ങൾ നന്ദിയോടെന്നെന്നും മോദാ. തിന്മയ്ക്കെതിരായി ധീരമായി പോരാടി മന്നീതിൽ മാതൃക നൽകി വിശ്വാസം കാക്കുവാൻ രക്തസാക്ഷിയായി മർത്യർക്കു മാതൃകയായി എന്നും മർത്യർക്കു മാതൃകയായി. സ്വാർത്ഥത വിട്ടെന്നും നേർവഴി കണ്ടെത്ത ഞങ്ങൾക്കു നീ തുണയാകൂ. സ്നേഹത്തിൽ ജീവിതം നിത്യം നയിക്കുവാൻ നൽവരമേകണേ താതാ എന്നും നൽവരമേകണേ താതാ. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ദിവ്യകാരുണ്യ ആരാധനയിൽ പ്രവേശിക്കുകയാണ്. ഈ നിമിഷം സാധിക്കുന്നവരെല്ലാവരും മുട്ടുകുത്തി നിന്ന് കരങ്ങൾ കൊപ്പി ദിവ്യകാരുണ്യനാഥനെ ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വാഗതം ചെയ്യാം. അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. അടിയനിതാ ദേവാ, ഇരു കരവും ദിവ്യകാരുണ്യത്തിലേക്ക് നീട്ടിക്കൊണ്ട് അടിയനിതാ ദേവാ, പൂർണ്ണമായിട്ട് തമ്പുരാന്റെ കയ്യിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അടിയനിതാ ദേവാ, അടിയനിതാ അടിയനിതാ ദേവാ, അടിയനിതാ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, എന്നുമെന്നും എന്നുമെന്നും അങ്ങേക്കാരാധന. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമമാ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, എന്നുമെന്നും എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും ഉച്ചസ്വരത്തിലേറ്റ് ചൊല്ലുക. എന്റെ ഈശോയെ, ഈശോയെ, അങ്ങേ ദിവ്യകൂദാശയിൽ അങ്ങേ ദിവ്യകുദാശയിൽ സന്നിഹിതനാണെന്ന് സന്നിഹിതനാകുന്ന ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ ഇപ്പോൾ എനിക്ക്
സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുതേ. കരങ്ങളെ കൂപ്പി നിമിഷം തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ വലിയ കൃപ ഈ നിമിഷം ഒഴുകിയിറങ്ങാനായിട്ട് എല്ലാവിധ അന്ധകാര ശക്തികളിൽ നിന്നും ഒരു വിടുതൽ നമ്മുടെ ജീവിതത്തില്, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ ജോലി മേഖലയില്, നമ്മുടെ പ്രവർത്തന മേഖലകളിൽ സംഭവിക്കുന്നതിന് വേണ്ടിയിട്ട് പാപത്തിന്റെ എല്ലാവിധ അന്ധകാര ശക്തികളും വിട്ടുമാറുന്നതിന് വേണ്ടിയിട്ട് ഈ നിമിഷം തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. 91 സങ്കീർത്തനം 10 വാക്യം ഇപ്രകാരം നമ്മോട് പറയുകയാണ്: നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. കർത്താവായ യേശുവേ, ദിവ്യകാരുണ്യനാഥ, ഈ വചനത്തിന്റെ അഭിഷേകത്താൽ എന്നെയും എൻ്റെ കുടുംബത്തെയും എനിക്ക് ചുറ്റിലുമുള്ള എല്ലാ തിന്മയുടെ ശക്തികളെയും അങ്ങേ തിരുക്കുരിശിന്റെയും തിരുരക്തത്തിന്റെയും സംരക്ഷണം അവകാശപ്പെട്ട് നിർവീര്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി അങ്ങയുടെ കരുണയിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അടിയനിതാ തിരുമുൻപിൽ അലിവോടെ എന്നെ തൊടേണേ, അതുമാത്രമാണ് എന്റെ ആശ. ചേർന്ന് പാടാം നമുക്ക്. അടിയനിതാ തിരുമുൻപിൽ അലിവോടെ എന്നെ തൊടേണേ, അതുമാത്രമാണ് എന്റെ ആശ. മക്കബയക്കാരുടെ 2 പുസ്തകം 8 അധ്യായം 18 വാക്യം പറയുകയാണ്: നമുക്ക് എതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും തറ പറ്റിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. യോഹന്നാന്റെ 1 ലേഖനം 4 അധ്യായം 4 വാക്യം പറയുകയാണ്: എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. എല്ലാവിധത്തിലുള്ള പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും ഈ നിമിഷം നിന്റെ ശിരസ് മുതൽ പാദം വരെ കഴുകി വിശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് യേശുനാഥന്റെ ദിവ്യകാരുണ്യത്തിന്റെ അത്ഭുത ശക്തിയാല് നീ ഒരു പുതു സൃഷ്ടിയാക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഈ നിമിഷം തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കട്ടെ. മാറോടു ചേർക്കണേ, പാപം ക്ഷമിക്കണേ, സാന്ത്വനമേകി നീ സുഖമാക്കണേ ഈശോ. എന്നെ നീ സുഖമാക്കണേ. മാറോടു ചേർക്കണേ, പാപം ക്ഷമിക്കണേ, സാന്ത്വനമേകി നീ സുഖമാക്കണേ ഈശോ. എന്നെ നീ സുഖമാക്കണേ. നിയമാവർത്തന പുസ്തകം 28 അധ്യായം 7 വാക്യം പറയുകയാണ്: നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും.
ഈശോനാഥ, ഈ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ ഈ നിമിഷം ഞങ്ങൾ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെയൊക്കെ ഭവനങ്ങളിൽ നിന്ന് എല്ലാവിധ തിന്മകളുടെ ശക്തികൾ, അന്ധകാര ശക്തികൾ, രോഗത്തിന്റെ ശക്തികളെ എടുത്തു മാറ്റിക്കൊണ്ട് തമ്പുരാനെ നിന്റെ കൃപയും സമാധാനവും ഒഴുക്കിക്കൊണ്ട് ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഈ നിമിഷം തീക്ഷ്ണമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിരും നിന്റെ ഉള്ളം. ചേർന്ന് പാടാം. അരികിൽ വരണേ, അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിരും നിന്റെ ഉള്ളം. ലേവ്യരുടെ പുസ്തകം 26-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം പറയുന്നു, നിങ്ങൾ നിവർന്നു നിൽക്കേണ്ടതിന് നിങ്ങളുടെ മുഖത്തിന്റെ കെട്ടുകൾ ഞാൻ പൊട്ടിക്കും. വീണ്ടും തിരുവചനം നമ്മോട് പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം പറയുന്നു, യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക, എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പ്രേമമുള്ള ദൈവജനമേ, ഈ നിമിഷം തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കട്ടെ. സത്യവിശ്വാസത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവര്, കുദാശകളുടെ ജീവിതത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവര്, കത്തോലിക്ക സഭയുടെ നിയമസംഹിതകൾക്കെതിരെ ജീവിക്കുന്നവര്, അവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവിധ പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന്, തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്ന്, അന്ധകാര ശക്തികളിൽ നിന്ന് ഒരു വിടുതലുണ്ടാകാൻ വേണ്ടിയിട്ട് ഈ നിമിഷം തീക്ഷ്ണമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. സൗഖ്യമേകണേ നാഥ, സൗഖ്യമേകണേ, രോഗിയാണു ഞാൻ നാഥ, സൗഖ്യമേകണേ. സൗഖ്യമേകണേ, സൗഖ്യമേകണേ നാഥ, സൗഖ്യമേകണേ, രോഗിയാണു ഞാൻ നാഥ, സൗഖ്യമേകണേ. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 30-ാമത്തെ അധ്യായം 8-ാം വാക്യം പറയുന്നു, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് ഞാൻ അവരുടെ കഴുത്തിലെ നുകം തകർക്കും, കെട്ടുകൾ പൊട്ടിക്കും, വിദേശീയർ അവരെ അടിമകളാക്കുകയില്ല. സങ്കീർത്തനത്തിന്റെ പുസ്തകം 108-ാമത്തെ സങ്കീർത്തനം 13-ാമത്തെ വാക്യം പറയുകയാണ്, ദൈവം കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായി പൊരുതും, അവിടെ നിന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി മെതിക്കാൻ പോകുന്നത്. ഈ നിമിഷം തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കട്ടെ. തഴക്കദോഷങ്ങൾ, പാപത്തിന്റെ ബന്ധനത്തിലായിരിക്കുന്നവര്, മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും തെറ്റായ ജീവിത വഴികളിൽ നടക്കുന്നവര്, തെറ്റായ ജീവിത ബന്ധങ്ങളിൽ പെട്ടിരിക്കുന്നവർക്ക് ഒരു വിടുതലിന് വേണ്ടിയിട്ട് എല്ലാ വിധത്തിലുള്ള തിന്മയുടെ ശക്തികൾ അവരുടെ ജീവിതത്തിൽ നിന്ന് ദിവ്യകാരുണ്യത്തിന്റെ അത്ഭുത ശക്തിയാൽ എടുത്തു മാറ്റപ്പെടുന്നതിന് വേണ്ടിയിട്ട് ജീവിതത്തിലേക്ക് ഒരു പുതിയ കൃപയും അനുഗ്രഹം ഉണ്ടാകാനായിട്ട്, വർഷങ്ങളായിട്ട് ബന്ധനങ്ങൾക്ക് അടിമപ്പെട്ടു പോയവർക്ക് ഈ നിമിഷം ഒരു വിടുതലുണ്ടാകാൻ വേണ്ടിയിട്ട് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കട്ടെ. മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും, ഹൃദയം ഇനിയെന്നും നിവാസഗേഹമാകും. നിയമാവർത്തന പുസ്തകം 32-ാമത്തെ അധ്യായം 39-ാമത്തെ വാക്യം നമ്മോട് പറയുകയാണ്, ഇത് ഞാനാണ്, ഞാൻ മാത്രമാണ് ദൈവം, ഞാനല്ലാതെ വേറെ ദൈവമില്ല. കൊല്ലുന്നതും ജീവിപ്പിക്കുന്നതും ഞാൻ, മുറിവേൽപ്പിക്കുന്നതും സുഖപ്പെടുത്തുന്നതും ഞാൻ തന്നെ. മുറിവേൽപ്പിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന്റെ പക്കലേക്ക് നിന്റെ എല്ലാ വേദനകളെ ഈ നിമിഷം പ്രാർത്ഥിക്കട്ടെ. ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന പല മക്കളുണ്ട്. വളരെ പ്രത്യേകമായിട്ട് അവരുടെ കണ്ണീരിനെ തമ്പുരാന്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തിന്മകളുടെ ബന്ധനത്തിൽ പെട്ടുപോയവരെ ഓർത്ത് വിലപിക്കുന്ന കുടുംബാംഗങ്ങളുണ്ട്, മാതാപിതാക്കളുണ്ട്, ജീവിത പങ്കാളികളുണ്ട്, മക്കളുണ്ട്, സഹോദരി സഹോദരന്മാരുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. ഈ നിമിഷം ഇരു കരവും തമ്പുരാന്റെ പക്കലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തീക്ഷ്ണമായിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. ദൈവമേ, നിന്റെ കൃപയൊന്ന് സമർത്ഥമായിട്ട് ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ മഹത്വം, യേശുവേ മഹത്വം. കരങ്ങളെ കൂപ്പി മുട്ടുകുത്തി നിന്ന് തമ്പുരാന്റെ തിരുസന്നിധിക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാ വിധത്തിലുള്ള ബന്ധനത്തിന്റെ ശക്തികളിൽ നിന്ന് ദിവ്യകാരുണ്യത്തിന്റെ അത്ഭുത ശക്തിയാൽ വിടുതലുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് കൃപ ജീവിതത്തിലേക്ക് സമർത്ഥമായിട്ട് ഒഴുകുന്നതിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകളമേ വത്സലസുതരീ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാദം പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. ഈശോ മിശിഹായിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നാളെ നമ്മുടെ നവനാൾ നൊവേനയുടെ 8ാമത്തെ ദിവസം പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് വിവാഹ തടസ്സമുള്ള വ്യക്തികളെ, യുവജനങ്ങളെ സമർപ്പിച്ചായിരിക്കും. പ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാത്തവരെയൊക്കെ പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്രകാരത്തിലുള്ളവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ പേരുകൾ നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി തീക്ഷ്ണമായിട്ട് നാളത്തെ ദിവസം പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ സമയം വിശുദ്ധ കുരിശിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സെബസ്ത്യാനോസിൻ്റെ പ്രാർത്ഥനകളും നമ്മളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കുരിശു വരച്ച് നമുക്ക് ശുശ്രൂഷകൾ അവസാനിപ്പിക്കാം. തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതിയല്ല. ഈശോ മിശിഹായ സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
ക്രൂശിതനീശോ തന്റെ സത്യസഹദയാകും വന്യ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. നവ്യമാം സദ്വാർത്ത തൻ ധീരനാം സാക്ഷിയായി രാജസദശീലതും നാഥനെ ഘോഷിച്ചു നീ. ഗുരുനാഥനീറ്റ പീഠയോടൊത്തു ചേർന്നു അമ്പിറ്റു സർവാംഗം നീ രക്താഭിഷിക്തനായി. കൈകളെയ്തു വിട്ടോ അമ്പുകളൊന്നൊന്നായി നാഥനോടുള്ള സ്നേഹ ഏറ്റു നീ ധീരനായി. മാറാത്ത വ്യാധികളിൽ തീരാത്ത ദുഃഖങ്ങളിൽ ആശ്രയിച്ചിടുന്നിതാ ഞങ്ങൾക്ക് ഭയമേകും. ക്രൂശിതനീശോ തന്റെ സത്യസഹദയാകും വന്യ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ.